അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, ഇന്ന് അസറിന് ശേഷം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കതിന് ഉത്തരം കിട്ടും, അതിന് ഫലം കിട്ടും. കാരണം ഒരുപാട് മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ അവർ ഉദ്ദേശിച്ചതുപോലെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം അസറിൻ്റെ ശേഷം ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ അസറിൻ്റെ ശേഷം പ്രിയപ്പെട്ടവരെ വെറും കുറച്ച് മിനിറ്റുകൾ മാത്രം നിങ്ങൾ ചിലവഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും, നിങ്ങളുടെ നൊമ്പരങ്ങൾ മാറിക്കിട്ടും, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും, രോഗങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും, വീടില്ലാത്തവർക്ക് വീടുണ്ടാകും, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകും, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ കടങ്ങൾ വീടിക്കിട്ടും, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ ദാരിദ്ര്യം മാറിക്കിട്ടും, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകും, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് ഉടനടി അതിനുള്ള ഫലം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം വരാറില്ലേ? അതുപോലെ ഈ ദിക്റിൻ്റെ ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വലിയൊരു സന്തോഷം തോന്നുന്നു. കാരണം ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റിയെടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, വലിയ ടെൻഷനുണ്ടെങ്കിൽ, ജീവിതത്തിൽ സമാധാനം വരാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ അധികവും ദുആ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അറിവിലും എനിക്കറിയാത്തവരായിട്ടും എനിക്കല്ലാതെ ഒരുപാട് ആളുകൾക്ക് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അവരുടെ ഒരുപാട് ഉദ്ദേശങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ ദിക്ർ ചൊല്ലിയത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല ആളുകളുടെയും ജീവിതത്തിൻ്റെ വലിയ വിജയത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായത് ഈ ദിക്റാണ്. ഈ ദിക്ർ ജീവിതത്തിൽ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു ആപത്ത് മുസീബത്തും ഉണ്ടാകില്ല, ഒരു പ്രയാസവും ഉണ്ടാകില്ല. അവർക്ക് എപ്പോഴും സന്തോഷവും സമാധാനവുമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുക. മാത്രമല്ല അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ അവർ പോലും ചിന്തിക്കാത്ത, അവർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം അവർക്ക് നിറവേറ്റി കൊടുക്കും, നടത്തി കൊടുക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ദിക്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 99 രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണ് ഈ ദിക്ർ. അതിൽ ഏറ്റവും ചെറുത് അത് മനോവിഷമമാണ്. അതായത് നമുക്ക് ടെൻഷനുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടല്ലോ, അതാണ് അതിൽ ഏറ്റവും ചെറുതായിട്ട് വരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കെന്തെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത്, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, വലിയ മനോവിഷമം വരുന്ന സമയത്ത് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആ ടെൻഷൻ, നിങ്ങളുടെ ആ പ്രയാസം മഞ്ഞ് ഉരുകി അലിയുന്നത് പോലെ അലിഞ്ഞു പോകും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്, ഒരുപാട് പ്രതിസന്ധികളുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ടെൻഷൻ വരുന്നത്, പ്രയാസം വരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ ചൊല്ലുന്നവരുടെ 70ഓളം പ്രശ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല കൊട്ടിയടക്കപ്പെടും. അതായത് 70ഓളം വലിയ വലിയ പ്രശ്നങ്ങൾ അവർക്ക് വരില്ല, അവരുടെ ജീവിതത്തിൽ
പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വരില്ല. പ്രത്യേകിച്ചിട്ടും ദാരിദ്ര്യം വരില്ല. സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഈ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് കയ്യിൽ പണം ഇല്ല എന്നുള്ള ഒരു വിഷമം അവർക്കുണ്ടാകില്ല. അവർക്ക് ഈ ദുനിയാവിൽ എന്തെല്ലാം പണം കൊടുത്ത് വാങ്ങേണ്ട കാര്യങ്ങളുണ്ടോ അതൊക്കെയും അവർക്ക് വാങ്ങാനും അത് ജീവിതത്തിൽ ഉപയോഗിക്കാനും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ബറക്കത്തോടു കൂടിയും ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് ജീവിച്ചു തീർക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അത്തരത്തിലുള്ള ജീവിതമാണ് അവർക്ക് നൽകുക. അതുകൊണ്ട് തന്നെ ഇത് ചൊല്ലുന്നവർക്ക് കടങ്ങൾ ഉണ്ടാകില്ല. ഇന്ന് നമുക്കറിയാം ഒരുപാട് ആളുകളും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എങ്ങനെയാണ് അവരുടെ കടങ്ങൾ വീട്ടുക എന്നോർത്ത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങൾ തന്ന് പരീക്ഷിക്കില്ല. മാത്രമല്ല, നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിത്തരുന്നതാണ്. മാത്രമല്ല, ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാത്ത പല അനുഗ്രഹങ്ങളും കണ്ടെത്തി നമ്മൾ അതിൽ വിഷമം അനുഭവിക്കുന്നവരാണ്. അതായത് നമ്മളുടെ അടുത്ത് ഒരു നല്ല വാഹനമില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചങ്ങാതിമാരുടെ അടുത്തോ അയൽവാസികളുടെ അടുത്തോ നല്ല ഒരു വാഹനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു വീടുണ്ടെങ്കിൽ, ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ അതൊക്കെയും ഓർത്തായിരിക്കും നമ്മൾ സങ്കടപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകിയത് എന്നോർത്ത് നമ്മൾ വെറുതെ സങ്കടപ്പെടും, പ്രയാസപ്പെടും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം. നമ്മുടെ ശരീരത്തിന് ആരോഗ്യമില്ലാതെ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ഒരുപാട് സുഖ സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് അത് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ, അത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള ശരീരം വേണം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ കണ്ണ്. നമുക്ക് കാഴ്ചശക്തി ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേൾവിക്കായി ചെവി തന്നു, ശ്വസിക്കാനായി നമുക്ക് മൂക്ക് തന്നു, അതുപോലെ സംസാരിക്കാൻ നാവ്, കൈകാലുകൾ, മറ്റ് ആന്തരിക അവയവങ്ങൾ, എന്തെല്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. നല്ല ആരോഗ്യമുള്ളൊരു ശരീരം തന്നു, അതുപോലെ നമുക്ക് നല്ലൊരു കുടുംബം തന്നു, മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, സമ്പത്ത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെയും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഒരിക്കലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും അത് തിരിച്ചെടുക്കാതിരിക്കാൻ ഈ ദിക്ർ ചൊല്ലിയാൽ മതി. ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും. അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും, അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ വേണ്ടിയിട്ടും ഈ ദിക്ർ ജീവിതത്തിൽ ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, ഈ ദിക്റിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ ഈ ദിക്ർ സ്വർഗത്തിലെ ഒരു നദിയാണ്. ഈ സ്വർഗത്തിലെ നദിയായ ഈ ദിക്ർ പതിവായി ചൊല്ലാൻ എല്ലാവർക്കും കഴിയില്ല. അതിന് ഭാഗ്യം ലഭിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഈ ദിക്റിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ ഈ ദിക്ർ മാലാക്കമാർ
ധാരാളമായിട്ട് ചൊല്ലുന്ന ഒരു ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് മരിക്കുന്ന സമയത്ത് നല്ല സന്തോഷത്തോടു കൂടി ഈമാനോടുകൂടി മരണപ്പെടാൻ സാധിക്കും. മാത്രമല്ല ഈ ദിക്ർ ചൊല്ലുന്നവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്രയും നേട്ടങ്ങൾ നമുക്ക് കൊണ്ടു നൽകുന്ന ആ ദിക്ർ ഏതാണ് എന്ന് പറഞ്ഞു തരട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നിങ്ങളുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ മുറാദുകൾ നിറവേറ്റിയെടുക്കാനുള്ള സമയത്ത് നിങ്ങൾ ഈ ദിക്ർ 313 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ ദുആ ചെയ്താൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല ദുആ തട്ടിക്കളയില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരും. ആ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട. ഈ ദിക്ർ പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം നിങ്ങളുടെ ഉദ്ദേശം എന്താണോ, നിങ്ങളുടെ പ്രയാസം എന്താണോ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നും നിറവേറിക്കിട്ടേണ്ടത്, അത് നിങ്ങൾ മനസ്സിൽ കരുതി ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ എൻ്റെ ആ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു തആല നടത്തി തരും എന്നുള്ള ഉറച്ച ഒരു ലക്ഷ്യബോധത്തോടുകൂടി, നിയ്യത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, കണ്ണീരോടുകൂടി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദിക്ർ 313 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് ഉറപ്പായും ഫലം നൽകുന്നതാണ്, ഉത്തരം നൽകുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, വലിയ സങ്കടങ്ങൾ വരുന്ന സമയത്ത് ഒരിക്കലും ആ സങ്കടം മാറിക്കിട്ടില്ല, പ്രയാസങ്ങൾ മാറിക്കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ 2 റക്അത്ത് വുളു എടുത്തുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് നിങ്ങൾ 313 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ആ പ്രയാസങ്ങൾ മാറിക്കിട്ടും. അത് വെള്ളിയാഴ്ച ദിവസമാകണമെന്നില്ല. എല്ലാ സമയത്തും നിങ്ങൾക്ക് ദുഃഖം വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, ടെൻഷൻ അധികരിച്ചു വരുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു ദിക്ർ 313 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. എന്താണ് ഈ ദിക്റിൻ്റെ അർത്ഥം വരുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ എനിക്കൊരു ശക്തിയും കഴിവുമില്ല. അവിടുന്ന് വിചാരിച്ചാൽ മാത്രമേ, അവിടുന്ന് കരുണ കാണിച്ചാൽ മാത്രമേ എനിക്കും എല്ലാവർക്കും എല്ലാ കാര്യവും സാധ്യമാവുകയുള്ളൂ. ഈ അർത്ഥം വരുന്ന ഈ ദിക്ർ സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്ത്, മെൻസസ് ഉള്ള സമയത്തും ചൊല്ലാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് 313 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല ആത്മാർത്ഥതയോടു കൂടിയും ഈ ദിക്ർ ചൊല്ലിയാൽ എൻ്റെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ചൊല്ലാൻ. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. വിശ്വാസത്തോടു കൂടിയും ആത്മാർത്ഥതയോടുകൂടിയും ഇഷ്ടത്തോടു കൂടിയും നമ്മൾ ചെയ്യുമ്പോഴേ അതിന് എളുപ്പത്തിൽ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ദിക്റും നമ്മൾ ഈ രീതിയിൽ അള്ളാഹുവിനക്ക് വേണ്ടിയിട്ട് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ അതിന് ഫലം കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി
നിങ്ങൾ ഈ ദിക്റ് ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ പോലും നിങ്ങൾക്കതിന് ഉത്തരം കിട്ടുമെന്ന് ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വ്യക്തമായി പല ഹദീസുകളിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മറക്കാതെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം ഈ കാര്യം ചെയ്യാൻ മറക്കല്ലേ. ഇനി മഗ്രിബിൻ്റെ ശേഷമായാലും കുഴപ്പമില്ല. എന്തായാലും ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ മറക്കാതെ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.